അതെന്നാ നടന്ന മത്സരമാണെന്ന് അറിയോ നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ് ആ ഗോൾ എല്ലാവരെയും ഞെട്ടിക്കണമെന്ന് അറിയോ? 1997 ഫ്രാൻസും ബ്രസീലും തമ്മിൽ നടന്ന കളിയത്. ആ ഗോൾ, ആ മഴവിൽ കിക്ക്, ആ ബനാന കിക്ക്, അത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷനെ വരെ തോൽപ്പിച്ച ഗോളാണ്. ന്യൂട്ടൺ പറഞ്ഞത് വെച്ച് ഒരു വസ്തുവിൽ ബലം അപ്ലൈ ചെയ്യുന്നവരെ ആ വസ്തുവിന്റെ ദിശ മാറൂല. പക്ഷെ റോബർട്ടോയുടെ ഗോൾ അതും മറികടന്നു. എങ്ങനെയാണെന്നറിയോ? ആ ബോൾ അങ്ങോട്ട് കറങ്ങി പോകുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് ലെയർ അത് കറങ്ങുന്നതിനനുസരിച്ച് എതിരെ വരും. ദാറ്റ് ക്രിയേറ്റ്സ് എ ഹൈ പ്രഷർ സ്പേസ്. ഓപ്പോസിറ്റ് സൈഡ് ലെയറോ അത് ബോൾ കറങ്ങുന്ന അതേ ഡിറക്ഷനിൽ തന്നെ തിരിയും. ദാറ്റ് ക്രിയേറ്റ്സ് എ ലോ പ്രഷർ സ്പേസ്. അതുകൊണ്ടാണ് ആ ബോൾ മഴവിൽ പോലെ ബെൻഡാവുന്നത്. ഇറ്റ്സ് കോൾഡ് എ മാഗ്നസ് എഫക്റ്റ്. ഇതും കണ്ടുപിടിച്ച ന്യൂട്ടൺ തന്നെ. പിന്നെ അത് അത്ര എളുപ്പമൊന്നുമില്ല. ബോളിൻ്റെ ലോവർ റൈറ്റ് കോർണറിൽ കിക്ക് എടുക്കണം. വേഗം, ഉയരം, ആംഗിൾ എല്ലാം കൃത്യമായിരിക്കണം. പിന്നെ ഇതൊക്കെ കുറെ കൂടെ അറിയണമെങ്കിൽ ചെറുപ്പത്തിലേലും ഫുട്ബോൾ കളിക്കണം.